ഓക്കേടാ, ഞാൻ അന്വേഷിച്ചിട്ടേ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. എടാ, ഈ 6 month അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് എന്താ കുഴപ്പമുള്ളത്? കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ 1 year കോഴ്സ് അല്ലേ. എന്നാലും ഇത് പഠിച്ചിട്ടും ജോബ് ആവുന്നില്ലേ? ജോബൊക്കെ കിട്ടുന്നുണ്ടോ, പക്ഷേ 1 year കോഴ്സിനല്ലേ കുറച്ചുകൂടെ വാല്യൂ കൂടുക. നമുക്ക് മിസ്സിനോടൊന്ന് ചോദിച്ചോ. ചോദിച്ചോക്കാം. മിസ്സേ പറഞ്ഞോളൂ. 6 month അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അല്ലേ നല്ലത്? അല്ലല്ലേ മിസ്സേ, 1 year കോഴ്സ് അല്ലേ, അത് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടാവുക. 6 മാസത്തെ ഡിപ്ലോമ കോഴ്സാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. കാരണം കുറഞ്ഞ ഡ്യൂറേഷൻ കൊണ്ട് പഠിച്ച് പെട്ടെന്ന് നമുക്കൊരു ജോലിയിലാണ് കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് 6 മാസത്തെ കോഴ്സ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാട്ടിലും പുറത്തും ഒരുപോലെ വാല്യൂഡ് ആയിരിക്കും. ചില ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നവരാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ മിസ്സേ 1 year കോഴ്സിനല്ലേ കുറച്ചുകൂടി കൂടുതൽ വാല്യൂ ഉണ്ടാവുക. 1 year കോഴ്സിന് വാല്യൂ ഉണ്ട്. പക്ഷേ 1 year കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഡിപ്ലോമ കഴിയണം, അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആയ കുട്ടികളായിരിക്കണം. കാരണം വെച്ചാൽ എല്ലാവർക്കും ഡിഗ്രി ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഹൈ ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്ക് മാത്രമേ 1 year PG ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1 yearന് മുൻഗണന കിട്ടുമോ 1 year കോഴ്സിന്? 1 year കോഴ്സിന് മുൻഗണന അല്ല. ഈ ഹോസ്പിറ്റലുകളിൽ നമ്മൾ വർക്കിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. നമ്മുടെ സ്കില്ലാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. അപ്പം മിസ്സേ 3 month കോഴ്സ് ഒക്കെ എങ്ങനെയാ? കുറഞ്ഞ ഡ്യൂറേഷൻ കൊണ്ട് പഠിച്ച് പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലാണ് 3 മാസത്തെ കോഴ്സ് എടുക്കുക. അത് SSLC ആൻഡ് എബോവ് ഉള്ള കുട്ടികൾക്കും 3 മാസത്തെ കോഴ്സ് എടുക്കാൻ കഴിയും. പക്ഷെ അതിലേറെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ മിസ്സേ നമുക്കിത് പഠിച്ചതിന് ഏതൊക്കെ ഫീൽഡിൽ? നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡുകൾ വർക്ക് ചെയ്യാം. കാരണം ലാബുകൾ, ക്ലിനിക്കുകൾ മുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡ് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡ്, അതുപോലെ കമ്പനി, മാള്, ഷോറൂം, ഓഫീസ്, ഇങ്ങനത്തെ എല്ലാ ഫീൽഡിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലെവൽ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ കഴിയും.